ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ നിസാൻ ടെറാനോ 85-ൻ്റെ എൻജിൻ ലെയ്ത്ത് വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറുന്നതെന്ന് നോക്കിയാൽ ടൈമിംഗ് ബെൽറ്റ് കിറ്റ്, പുതിയ വാട്ടർ പമ്പ്, അതുപോലെ നമ്മുടെ ഓയിൽ പമ്പ് സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലോക്കിനകത്ത് നമ്മുടെ കണക്ടർ റോഡിൻ്റെ ബുഷുകൾ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബിയറിങ്സ്, പുതിയ പിസ്റ്റൺ റിങ്സ്, പുതിയ സ്ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഹെഡിൻ്റെ സർവീസ് കഴിഞ്ഞ് മാറേണ്ട വാലും സംബന്ധമായിട്ടുള്ള ഗൈഡും സീലും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഓയിൽ പാൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഓയിൽ പാൻ വന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ പാനിൻ്റെ ഓറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസ്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്. പിന്നെ നമ്മുടെ നിസാൻ്റെ ജെന്യൂനായിട്ട് തന്നെ ഉള്ള ഹെഡ് ഗ്യാസ്കറ്റാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ടർബോ സർവീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ടർബോ സർവീസ് ചെയ്ത് കിറ്റെല്ലാം റീപ്ലേസ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടർബോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് കോർ മാറ്റുകയോ അല്ലെങ്കിൽ ടർബോ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അങ്ങനത്തെ വലിയ കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് കിറ്റ് റീപ്ലേസ് ചെയ്ത് സംഭവം സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിനകത്ത് വന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പമ്പ് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓയിൽ പമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് പ്രത്യേകിച്ച് വേറെ ചെയിൻ മാർക്കിങ്ങോ ടൈമിങ്ങോ ഇല്ല. ചെയിന് ചെറിയ ഒരു ലൂസ് കാണും, വലിയൊരു വേറെ ടെൻഷനറൊന്നും അഡീഷണൽ ഇല്ലാത്തതാണ്. അതുപോലെ നമ്മുടെ ക്രാങ്ക് ബോൾട്ട് മുറുക്കുന്നതനുസരിച്ചാണ് കറക്റ്റായിട്ട് ഈ സാധനം ടൈറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് ഈ വണ്ടികൾക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കേസാണ്. അപ്പോൾ ആ ഒരു പോർഷൻ ഓയിൽ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വേറെ ഓറിങ്ങും കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പം അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഓയിൽ കറക്റ്റായിട്ട് എത്താതെ വരും. അപ്പോൾ നമ്മുടെ പിസ്റ്റണിലും സിലിണ്ടേഴ്സിലെല്ലാം അത്യാവശ്യം ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ ഒരു ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിനെ ലോക്ക് ചെയ്യാനുള്ള ഹോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അത് നമുക്കൊരു എലങ്കി ഉപയോഗിച്ചാണെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യൽ ടൂൾ കിട്ടാറുണ്ട്, അത് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും പൊടി അഴുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തൂത്തുടച്ച് വൃത്തിയാക്കി കയറ്റണം. പുതിയ ഗ്യാസ്കറ്റിൻ്റെ കവർ റിമൂവ് ചെയ്തു. റെനോൾട്ടിൻ്റെ ജെന്യൂൻ സാധനം, ജെന്യൂൻ അതിൻ്റെ എംബ്ലവും പാർട്ട് നമ്പർ ഇതിലുണ്ട്. അപ്പം ഗ്യാസ്കറ്റ് വെച്ച് നമ്മൾ ഹെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാൽ കവറാണ്. വാൽ കവർ വയ്ക്കുമ്പോൾ അതിൻ്റെ പാക്കിങ് മോശമാണെങ്കിൽ മാറുക. അതേപോലെ ഈ കാണുന്ന 2 ഏരിയ, ഇതുപോലെ 2 ചെറിയ ട്യൂബുലർ ആയിട്ടുള്ള 2 ഏരിയ ഉണ്ട്, പ്രൊജക്ഷൻ പോലെ. ഇത് സൂക്ഷിക്കണം. ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല, അഴുക്കോ സ്ലഡ്ജോ ഉണ്ടാകാൻ പാടില്ല. കാരണം അത് നേരെ വന്നിട്ട് കണക്റ്റ് ആവുന്നത് ഓയിൽ ബ്രീത്തറിലേക്ക് പോകുന്ന ലൈനിലേക്കാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇഞ്ചൻ പണിതാലും കറക്റ്റ് പെർഫോം ചെയ്യണമെന്നില്ല. ഭയങ്കരമായിട്ട് സൗണ്ട് വ്യത്യാസം വരികയോ ഓയിൽ കൺസപ്ഷൻ വരികയോ ബാക്ക് കംപ്രഷൻ അടിക്കുകയോ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു കേസാണ് ഈ 2 ഏരിയ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഈ ഇത്തരത്തിലുള്ള എഞ്ചിൻ റീബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പമ്പ് സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, പമ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ബെൽറ്റ് കയറ്റിയിട്ടുണ്ട്. ബെൽറ്റിൻ്റെ മാർക്ക് നമ്മുടെ പമ്പയിൽ ഒരു ഡോട്ട് മാർക്കുണ്ട്, അതേപോലെ ക്യാമയിൽ ഡോട്ട് മാർക്കുണ്ട്. ബെൽറ്റിലുള്ള മാർക്കുമായിട്ട് മാച്ച് ആവണം. അത് രണ്ടും തമ്മിൽ 18 ടീത്തിൻ്റെ ഡിഫറൻസും കാണും. അപ്പോൾ അത് ഓൾറെഡി നേരത്തെ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രാങ്കയിലും ഇതേപോലെ സ്ലോട്ട് മുകളിലോട്ടായിരിക്കും, അതേപോലെ അടിയിൽ ഇതുപോലെ ഒരു ഡോട്ട് മാർക്ക് കാണിക്കും ക്രാങ്കിൻ്റെ പുള്ളിയിൽ. അത് ആ രീതിയിൽ അവിടെ നമ്മുടെ ബെൽറ്റിൻ്റെ മാർക്ക് കയറി വരണം. ടെൻഷനറിന് ഇവിടെ ഒരു മാർക്കുണ്ട്. ഈ മാർക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ ടെൻഷനർ ലോക്കാക്കി ടൈറ്റ് ആക്കുക എന്നുള്ളത് കറക്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങൾ. വാട്ടർ പമ്പ് ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലച്ച് അസംബ്ലി, ഇഞ്ചൻ റീബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് പഴയ ക്ലച്ച് മോശമാണെങ്കിൽ പുതിയ ക്ലച്ച് സെറ്റ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ല, എന്നാലേ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുകയുള്ളൂ. പിന്നെ നമ്മുടെ റേഡിയേറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടൻസർ നമ്മൾ ഓൾറെഡി ഊരി മാറ്റിയായിരുന്നു. റേഡിയേറ്റർ സർവീസ് ചെയ്ത് വന്നു. ഇൻ്റർകൂളറിന് ഒരുപാട് ലീക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് രണ്ടാമത് പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് ഇൻ്റർകൂളർ വന്നേക്കുന്നത്. ഫ്രണ്ട് ചെറിയതായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇൻ്റർകൂളറിന് ചെറിയ ഡാമേജസ് ഉണ്ടായിരുന്നു. എന്തായാലും റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് അത് നമ്മൾ മാറുന്നില്ല. അപ്പോൾ നമ്മുടെ എഞ്ചിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ നമ്മുടെ റേഡിയേറ്ററും നമ്മുടെ ഇൻ്റർകൂളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു റിട്ടേൺ ലൈനിൽ കുറേ ലീക്കേജ് കാണുന്നത്. അപ്പോൾ എന്തായാലും റിട്ടേൺ ലൈൻ നമ്മൾ ഓർഡർ ചെയ്തു. ഇച്ചിരി താമസം ഉണ്ടായെങ്കിലും സംഭവം കിട്ടി. ജെന്യൂൻ പാർട്സ് തന്നെ കിട്ടി. റേറ്റ് ഉണ്ടെങ്കിലും നല്ല കമ്പോണൻ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അഡീഷണൽ വരുന്ന ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഗ്ലോ പ്ലഗ് NGKയുടെ ആണ് എടുത്തേക്കുന്നത്. ബെയറുടെ ആണെങ്കിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. NGKയും കുഴപ്പമില്ല, കോസ്റ്റ് എഫക്റ്റീവാണ്. പഴയത് ബെയറുടെ വന്നിരുന്നത്. അപ്പോൾ 3 പോയായിരുന്നു. ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുത്തില്ല, 4 അങ്ങോട്ടങ്ങ് റീപ്ലേസ് ചെയ്തു. ഇതൊക്കെ ഇഞ്ചൻ റീബിൽഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് അഡീഷണൽ വരുന്ന എക്സ്പെൻസ് പോലത്തെ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഇത് വെറും പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണെങ്കിലും എക്സ്പെൻസീവാണ്. തെർമോസ്റ്റാറ്റ് അസംബ്ലിയാണ് ഈ സംഭവം. തെർമോസ്റ്റാറ്റ് അസംബ്ലി റെനോൾട്ടിൻ്റെ ജെന്യൂൻ മാത്രമേ ഈ വണ്ടികൾക്ക് സൂട്ട് ആവുള്ളൂ. വേറെ വെച്ച വണ്ടി ഓവർഹീറ്റാകാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതലാണ്. അപ്പം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ പഴയത് ദ്രവിച്ച് ഓവർഹീറ്റൊക്കെ ആയിട്ട് അടന്നു പോയിട്ടുണ്ട്. തെർമോസ്റ്റാറ്റ് വാൽവ് ഇതിനകത്ത് ചാടി പുറത്ത് വന്നിട്ടുണ്ട്, സ്പ്രിങ്ങും വാൽവൊക്കെ ഇതേപോലെ. അപ്പോൾ അത് നമ്മളെന്തായാലും പുതിയത് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമ്മുടെ
ഈ കാണുന്ന വാട്ടർ എൽബോ അല്ലെങ്കിൽ കൂളൻ ഗ്യാലറി, കൂളൻ മാനിഫോൾഡ്, അങ്ങനെ പല പേരുണ്ട്. അപ്പോൾ ഈ സംഭവം ഇതേപോലെ ദ്രവിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സാധനത്തിനും ഭയങ്കര എക്സ്പെൻസീവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് റെനോൾട്ടിന് ചിലവ് വരുന്നത്. റെനോ നിസാൻ്റെ വണ്ടികൾക്ക് അത്യാവശ്യം ചിലവ് കൂടി വരുന്നത് നല്ലൊരു എക്സ്പെൻസീവാണ്. ഒരു ഹെഡ് പണിയേണ്ട അത്രയും കാശിന് ചിലപ്പോൾ ഈ സാധനത്തിന് വരും. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും വണ്ടി ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അതേപോലെ നല്ല കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ക്ലച്ച് ഞാൻ നേരത്തെ കാണിച്ച പോലെ ക്ലച്ച് ഒരു 10-30,000 കിലോമീറ്റർ ഓടാനുള്ള ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് റീപ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 30,000 കഴിയുമ്പോൾ പിന്നെയും ഗിയർ ബോക്സ് അഴിച്ച് മാറേണ്ട. ഒന്നാമത്തെ കേസ് ഇഞ്ചിൻ റീബിൽഡ് ചെയ്തിട്ട് ആ ഒരു ക്രിസ്പായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും ക്ലച്ച് നല്ല കണ്ടീഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പെർഫോമൻസ് ലാഗോ എന്തെങ്കിലും കസ്റ്റമറിന് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പം ക്ലച്ച് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ പഴയ മാറിയിരിക്കുന്ന പിസ്റ്റൺ, അത് ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പിസ്റ്റൺ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ പിസ്റ്റൻ്റെ കണ്ടീഷൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ വരുന്ന സംഭവം നമ്മുടെ കൺവേർട്ടറിൻ്റെ അവസ്ഥ, ക്യാറ്റ്കോണിൻ്റെ അവസ്ഥ കണ്ടില്ലേ, പൊടിഞ്ഞ് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, കാരണം അത് ബ്ലോക്കേജ് ഉണ്ടാക്കും. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് വാങ്ങുക, നല്ല കോസ്റ്റ് വരുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് അഡീഷണൽ നമുക്ക് കോസ്റ്റ് വരുന്നത് ഒരു ഇഞ്ചിൻ റീബിൽഡ് ചെയ്യുമ്പം. പൊട്ടിച്ച് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, കാരണം ഒരു പക്ഷേ ചിലപ്പം പൊല്യൂഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പം അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്കിതാ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഗിയർ കേബിൾ പൊട്ടിയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് വെച്ച് ഹാർഡായിട്ട് തോന്നിയത്. ഇതൊക്കെ അഡീഷണൽ വരുന്ന ചിലവാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിസാൻ്റെ 10,000 രൂപയാണ് ഈ ഗിയർ ഷിഫ്റ്റ് കേബിൾ അസംബ്ലിക്ക് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു. നമ്മൾ സ്റ്റാർട്ടിങ് സൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് സൗണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സൈലൻ്റ് ഓപ്പറേഷനാണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, വീഡിയോയും കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ഒരു വർക്കിൻ്റെ തേർഡ് പാർട്ട് ഇടണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, പക്ഷേ ഇതിലെ തേർഡ് പാർട്ട് ഇടുന്നുണ്ട്. കാരണം അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ വലിയ താമസമില്ലാതെ ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. എന്നെപ്പോലെയുള്ള ഒരുപാട് മെക്കാനിക് സുഹൃത്തുക്കൾക്കും വർക്ക്ഷോപ്പ് നടത്തുന്ന പല ആൾക്കാർക്കും അതുപോലെ ഈ മോഡൽ വണ്ടികൾ ഉപയോഗിക്കുന്ന പല യൂസേഴ്സിനും നല്ല രീതിയിൽ തന്നെ അത് ഉപകരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.